മാന്യസദസ്സിന് വന്ദനം. ആദരണീയരായ ഗുരുഭൂതരെ, എൻ്റെ പ്രിയ സഹപാഠികളെ, രക്ഷകനായ യേശുവിന്റെ പീഡാനുഭവ വേളയിൽ പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടായ ഓരോ സംഘർഷങ്ങളിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കാം. എന്ത് ചെയ്തിട്ടും എനിക്കൊരു സമാധാനമില്ലല്ലോ. മഗ്ദലേന, മഗ്ദലേന, എന്തു പറ്റി അമ്മേ? എനിക്കെന്തോ ആകെ അസ്വസ്ഥത തോന്നുന്നു. എന്തുകൊണ്ടാ ഈ രാത്രി മാത്രം മറ്റു രാത്രികളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് പോലെ? അത് പിന്നെ നമ്മൾ ഒരിക്കൽ ഈജിപ്തിന് അടിമകളായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചതിന്റെ ഓർമ്മ ദിനമല്ലേ ഇന്ന്? അങ്ങനെയല്ല, എനിക്കെന്തോ ഒരാവലാതി തോന്നുന്നു. അത് സാരമില്ല അമ്മേ, തന്നെ മാറിക്കോളും. അമ്മേ, യോഹന്നാനെ, നീ എന്താ ഇവിടെ ഈ പാതിരാക്കി? അമ്മേ, അവനവരെ പിടിച്ചു. എന്റെ ദൈവമേ, അവൻ മുന്നേ കൂട്ടി പറഞ്ഞിരുന്ന ആ രാത്രി ഒരിക്കലും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ആ രാത്രി ഇതാ വന്നു കഴിഞ്ഞു. എന്റെ കർത്താവേ, അത് തുടങ്ങിയല്ലോ. എന്റെ ദൈവമേ, ഇത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ. യോഹന്നാനെ, അവൻ എവിടെയാന്ന് നിനക്കറിയോ? എനിക്കവനെ കാണണം. അമ്മ വരൂ, എനിക്കും എൻ്റെ ഗുരുവിനെ കാണണം. മോള് അമ്മയോടൊപ്പം വന്നോളൂ. എൻ്റെ മോനെ, എൻ്റെ മോനെ, നീ ഇതെവിടെയാ? നിന്റെ അമ്മ നിന്നെ കാണാൻ വന്നിരിക്കുക. മോനെ, പൊന്നുമോ. അന്ന് ചെറുപ്പത്തിലെ അവനൊന്ന് വീണപ്പോ ഈ കൈകൊണ്ടാ ഞാൻ അവനെ എടുത്ത് താലോലിച്ചത്. മോനെ, നീ ഇന്ന് കളിച്ചോ? സന്തോഷമായോ? എന്തു പറ്റി കാലിന്? അയ്യോ, മോനെവിടെയെങ്കിലും വീണോ? സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ? സാരില്ല കേട്ടോ, അമ്മ കൂടെയുണ്ട് കേട്ടോ. അന്ന് അവനെ ദേവാലയത്തിൽ വെച്ച് സമർപ്പിച്ചപ്പോ ശിമിയോന്റെ വാക്കുകള് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന്. അതിന്റെ അർത്ഥം ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. അന്ന് അവനെ കാണാതായി. ഞങ്ങള് ദേവാലയത്തിൽ അന്വേഷിച്ചു ചെന്നപ്പോ അവൻ വേദശാസ്ത്രങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് എന്റെ കണ്ണുകൾ പോലും വിശ്വസിക്കാൻ എനിക്ക് പറ്റിയില്ല. അവനെ കാണാതായ 3 ദിവസം ഇപ്പൊ ആലോചിക്കാൻ കൂടി എന്നെ കൊണ്ട് പറ്റണില്ല. എന്റെ ഹൃദയത്തിന്റെ ഹൃദയമേ, എന്റെ മാംസത്തിന്റെ മാംസമേ, ഞാനും നിന്നോട് കൂടെ മരിക്കട്ടെ. അവന് പകരം ആ കുരിശ് താങ്ങാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവന്റെ ശരീരത്തിൽ കൊള്ളുന്ന ഓരോ അടിയും എന്റെ ഹൃദയത്തിൽ അപ്പതിക്കണേ. എന്തിനാ മോനെ ഈ വേദനകളൊക്കെ ഏറ്റെടുക്കാൻ നീ തയ്യാറായത്? ഇല്ല, ഞാനങ്ങനെ പറയാൻ പാടില്ല. അവന്റെ ജനന സമയത്ത് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇല്ലാകട്ടെ എന്ന് പറഞ്ഞവളാ ഞാൻ. അത് ഞാൻ ഇപ്പോഴും ഉച്ചരിക്കും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഭവിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ മനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹനത്തിന് ശേഷം ദൈവം അവളെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എടുത്തുയർത്തി. ഒരു സങ്കടത്തിന് പിറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് കാണിച്ചു തരുന്നു. ഓരോ പ്രശ്നങ്ങളിലും സഹനശക്തിക്കായി പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രത്യേകം യാചിക്കാം. നന്ദി, നമസ്കാരം.